ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഇതേപോലെ പക്ഷെ നമ്മുടെ ബ്രെയിനിന് ഇത് അറിയില്ല. അത് വിചാരിച്ചു വെച്ചിട്ടുള്ളത് എല്ലാം സ്വന്തമാക്കിയാൽ സമാധാനം ഉണ്ടാകുമെന്നാണ്. പക്ഷെ ഗണപതി നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്ത് മുമ്പിൽ കണ്ടാലും ആദ്യം ആകർഷണം ഉണ്ടാകും, ഇഷ്ടം ഉണ്ടാകും. ഇഷ്ടം തോന്നുന്നതെല്ലാം സ്വന്തമാക്കരുത്, ഹിതകരമായത് മാത്രമേ സ്വന്തമാക്കാവൂ. സ്വന്തമാക്കണ്ടെന്ന് പറയുന്നില്ല, സ്വന്തമാക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉപനിഷത്തിൽ ഇഷ്ടമെന്നും ഹിതം എന്നും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾക്കൊരു കാര്യം മുമ്പിൽ കണ്ട് ഇഷ്ടം തോന്നിയാൽ ഒരു നിമിഷം അവിടെ നിന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണം, ഇത് സത്യത്തിൽ എനിക്ക് ആവശ്യമുണ്ടോ? ഇത് എൻ്റെ സമാധാനത്തിന് സഹായിക്കുമോ? നമ്മൾ ഇതിനാണ് പരിധി നോക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് തൻ്റെ സമാധാനത്തിന് സഹായിക്കും, ഇത് തനിക്ക് ഗുണം ചെയ്യുന്നതാണെന്ന് 100% ബോധ്യമായാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന ബോധവൃത്തിയാണ് ഈ തുമ്പിക്കൈ എന്ന് പറയുന്നത്. ഇത് ഓരോന്നെടുത്ത് പറയണമെങ്കിൽ ക്ലാസ് മുഴുവൻ പറയേണ്ടി വരും. ഗണപതിയുടെ വാഹനം എലിയാണ്. എന്തൊരു വൈരുദ്ധ്യം! നമ്മളെപ്പോഴും ഒരാളുടെ വാഹനം തീരുമാനിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ജീവി, അതിനേക്കാൾ ശക്തിയുള്ള, അത്ര കോമൺ സെൻസ് ഇല്ലാതെയാണ് ഇതൊക്കെ ആളുകൾ എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് തോന്നും. എലിക്ക് ആന വാഹനമാവുകയാണെങ്കിൽ നമുക്ക് കൊള്ളാം, നോർമലാണ്. ഇത് എലിപ്പുറത്ത് പുള്ളി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഋഷി പറയണത്, നിങ്ങൾ എത്ര സൂക്ഷ്മതയുള്ളവരായാലും, നിങ്ങൾ എത്ര വിവേചന ശക്തിയുള്ളവരായാലും, നിങ്ങൾ എത്ര ശ്രവണ മനന നിധിധ്യാസനമുള്ളവരായാലും, എന്ത് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായാലും വിനയത്തിൻ്റെ മുകളിലല്ല നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ, സർവസമർപ്പണത്തെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്നെ കേന്ദ്രമാക്കി വെച്ച് ജീവിക്കുന്നത് മാറ്റി എനിക്ക് ചുറ്റുമുള്ള സർവ്വതിനെയും കേന്ദ്രമാക്കി ജീവിക്കുന്നതിനെയാണ് എലിയുടെ മുകളിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത്. വിനയമായിരിക്കണം നമ്മളുടെ ജീവിതം, നമ്മുടെ ചിന്തയെയും നമ്മുടെ വാക്കിനെയും നമ്മളുടെ പ്രവൃത്തിയെയും നയിക്കുന്ന വാഹനം വിനയമായിരിക്കണം. വിനയം നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കണം. വിനയത്തിന് സംസ്കൃതത്തിൽ ഋഷിമാർ കൊടുത്തിട്ടുള്ള മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കാണ് ശ്രദ്ധ. ശ്രദ്ധയുള്ള ആൾക്കാണ് വിനയമുള്ള. ശ്രദ്ധയുള്ള ആൾ എപ്പോഴും തന്നെ എല്ലാറ്റിൻ്റെയും കേന്ദ്രമാക്കി വെക്കുന്ന ആളാവില്ല. ബ്രഹ്മത്തെ, ആത്മാവിനെ, ദൈവത്തെ കേന്ദ്രമാക്കി വെക്കുന്ന ആളാവും. ഇതിനാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പണ്ട് ഋഷിമാർ പറഞ്ഞത്. അപ്പോൾ അത്രയും ബ്രഹ്മത്തെ കേന്ദ്രമാക്കാൻ പറ്റിയില്ലെങ്കിലും, ആത്മാവിനെ കേന്ദ്രമാക്കാൻ പറ്റിയില്ലെങ്കിലും, നമ്മുടെ വീട്ടിലുള്ള 4 പേരെയെങ്കിലും ഒന്ന് കേന്ദ്രമാക്കാൻ നമുക്ക് പറ്റുമോ എന്നാണ് ചോദ്യം. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇങ്ങനെ നമ്മൾ നൂറ്റാണ്ടുകളായി ആർജിച്ചു പോന്നിട്ടുള്ള ശീലവിധേയമായ നമ്മളുടെ സ്വഭാവത്തിനോട് നിരന്തരം സമരം ചെയ്ത് അതിനെ അഴിച്ചു പണിയുന്നതിലൂടെ മാത്രമേ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സ്വസ്ഥതയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സമാധാനത്തിലേക്ക് എളുപ്പ വഴികളില്ല. ഇന്നിപ്പോൾ ഇഷ്ടം പോലെ ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. 6 മാസം ധ്യാനിച്ചാലൊക്കെ സമാധാനം ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ നമുക്കുണ്ട്. ഋഷിമാർ പക്ഷേ ഒരു ഓഫറുമില്ല. നല്ല പണിപ്പെട്ടാൽ മാത്രമേ ഒരാൾക്ക് ധന്യത അനുഭവിക്കാൻ കഴിയൂ. തപസ്വിയായ ആളുകൾക്ക് മാത്രമേ സമാധാനം അനുഭവിക്കാൻ പറ്റും. ബാക്കിയെല്ലാം അനുഭവിക്കാൻ പറ്റും. ഹാപ്പിനെസ് അനുഭവിക്കാൻ പറ്റും. സമാധാനം എന്ന് പറയുന്നത് അനുഭവിക്കണമെങ്കിൽ അവരവരോട് നിരന്തരം സമരം ചെയ്യുന്ന ഒരാൾക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റും. നമ്മളെപ്പോഴും മറ്റുള്ളവരോട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളിൽ മാറ്റപ്പെടുത്തേണ്ട ഇടങ്ങളുണ്ട് എന്നും നമ്മളെ നമ്മൾ അഴിച്ചു പണിയേണ്ടതുണ്ട് എന്നും നമ്മൾ പലപ്പോഴും അറിയാറില്ല. നമ്മളെപ്പോഴും അപ്പുറത്തിരിക്കുന്ന ആരൊക്കെയോ ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരായിട്ടിരിക്കുന്നത് എന്നാണ് നമ്മളെപ്പോഴും കരുതുന്നത്. എൻ്റെ അച്ഛനൊന്ന് നന്നായാൽ, എൻ്റെ അമ്മയൊന്ന് നന്നായാൽ, എൻ്റെ മക്കളൊന്ന് നന്നായാൽ, എൻ്റെ ഭാര്യയും ഭർത്താവും ഒന്ന് നന്നായാൽ, അപ്പുറത്തിരിക്കുന്ന വീട്ടുകാർ നന്നായാൽ,
ഈ സമൂഹം നന്നായാൽ, ആ ഇന്ന ജാതിക്കാർ, ഇന്ന മതക്കാർ, ഇന്ന ദേശക്കാർ, ഇവരൊക്കെ ഒന്ന് നന്നായാൽ ഈ ലോകം നന്നായേനെ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നന്നാവേണ്ടതുണ്ടെന്ന് ഒരിക്കലും നമുക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ വാസനയ്ക്ക്, നമ്മളുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തിന് ഞാൻ മാത്രമാണ് ശരി എന്നേ തോന്നും. നാരായണ ഗുരു ആത്മോപദേശത്തിൽ പറയും, അറിവിലിരുന്ന് ഒരു അഹന്ത ആദ്യമുണ്ടായി വരും, അതിനോട് ഒരു ഇദന്തവാമയായും വരും, ഇവ രണ്ടുലഭങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. ബോധത്തെക്കുറിച്ച് പറയാം. അറിവ് എന്ന് പറഞ്ഞ ബോധം. ബോധത്തിൽ ആദ്യമുണ്ടായി വരുന്ന സ്പന്ദനം ഞാൻ എന്നതാണ്. ഞാൻ എന്നതിൻ്റെ കൂടെ എൻ്റേത് എന്നതും വരും. ഈ ഞാൻ എന്നും എൻ്റേത് എന്നും പറയുന്ന നമ്മളുടെ ബോധവൃത്തി ഒരു മരത്തിൽ എങ്ങനെയാണോ വള്ളിച്ചെടി പടർന്നു പന്തലിക്കുന്നത്, അതുപോലെ പടർന്നു പന്തലിച്ച് ആ പരമ്പൊരുളിനെ മറച്ചു നിൽക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ജീവിതമാണ് മനുഷ്യൻ്റെ. അതുകൊണ്ട് ഈ വള്ളിപ്പടർപ്പുകളെ ഒന്ന് അഴിച്ചു മാറ്റണം. ആ അഴിച്ചു മാറ്റാനുള്ള വഴികളാണ് മഹാഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്, പറയാൻ ശ്രമിക്കുന്നത്. അതിനെ കേന്ദ്രമാക്കി വെച്ചിട്ടാണ്, അതിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിലാണ് ഒരു ദേവി സ്തോത്രം എന്ന രീതിയിൽ ജനനീ നവരത്ന മഞ്ജരി എന്നുള്ള കൃതി എഴുതിയിട്ടുള്ളത്. നമ്മളിത് ഏതെങ്കിലും പുറത്തിരിക്കുന്ന, ആകാശത്തിലോ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു ദേവിയെ സ്തുതിക്കുന്നതായിട്ടൊന്നുമല്ല. സാധാരണ നമ്മുടെ സ്തോത്രകൃതികൾ സാധാരണ എഴുതപ്പെട്ടിട്ടുള്ളതൊക്കെ കേശാദി പാദ പാദാദി കേശ വർണ്ണനകളാണ്. പക്ഷെ ഇത് അങ്ങനെ ഒന്നുമല്ല. ഒരു രൂപത്തെ അല്ല, നമ്മളുടെ ബോധത്തെ, നമ്മളുടെ ബോധത്തിൻ്റെ മധ്യബിന്ദുവായിരിക്കുന്ന ആ സ്വയം പ്രകാശതയെ ധ്യാനിക്കാൻ പറഞ്ഞുകൊണ്ട് അതെങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതാ വെളിച്ചത്തെ, ആ സ്വയം പ്രകാശത്തെ, ആ ആത്മബോധത്തെ അല്പമെങ്കിലും ഒന്ന് രുചിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത്, ഈ ദുഃഖത്തിൽ നിന്ന് എങ്ങനെയാണ് കുറച്ചെങ്കിലും പുറത്തു വരാൻ നമ്മൾ ശ്രമിക്കേണ്ടത്, എങ്ങനെയാണ്, അതിനെന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളെ കുറച്ചും കൂടി തെളിമയോടെ മനസ്സിലാക്കേണ്ടത് എന്ന വിഷയങ്ങളൊക്കെയാണ് ഈ ഒരു 9 ശ്ലോകങ്ങളിലൂടെ ഗുരു പറയാൻ ശ്രമിക്കുന്നത്. ആദ്യം ഞാനതൊന്ന് ചൊല്ലാം. ഇപ്പം തന്നെ 8 മണിയായില്ലേ. ഞാനെപ്പോഴും ഒരു കൃതിയിലെ ശ്ലോകങ്ങൾ ചൊല്ലി അത് അന്വയിച്ച് അതിൻ്റെ അർത്ഥം പറയുക എന്നുള്ളതിന് അല്പം പോലും പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണ്. കാരണം ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പുസ്തകവും എന്നെ പഠിപ്പിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോഴും ആലോചിക്കും, ഞാൻ ഈ ജനനീ നവരത്ന മഞ്ജരി ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യൻ്റെ ഉള്ളിൽ വന്നത്, അതും കൂടി പറഞ്ഞിട്ട് ഞാനത് ചൊല്ലാം. ഞാൻ ഗുരുനിത്യയുടെ അടുത്ത് പോകുന്നതിന് മുൻപ് ഒരുപാട് ധ്യാനമൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ ചെന്നാൽ ഉടനെ പോയി കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക എന്നതൊരു ശീലമായിരുന്നു. അങ്ങനെ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കും. നല്ല ലയമാണ്. കാരണം ഗുരുവിൻ്റെ പ്രസൻസ് അത്ര സുഖകരമാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഗുരു ഒറ്റയടിയാണ് തലയ്ക്ക്, താനെന്താടെ ഇരുന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനാകെ ഞെട്ടിപ്പോയി. ഞാൻ നല്ല സുഖത്തിലാണ് ഇരിക്കുന്നത്, പക്ഷെ ഗുരു താനെന്താ ഇരുന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ നടക്കാൻ പോകുമ്പോൾ ഗുരു എൻ്റെ കൈ പിടിച്ചിട്ടാണ്, ഊട്ടിയിൽ ഫെൺഹിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നാരായണ ഗുരുകുലം, അവിടെയാണ് ഗുരു നിത്യ താമസിച്ചിരുന്നത്. അപ്പോൾ ദിവസവും രാവിലെ മലഞ്ചെരുവിലൂടെ നടക്കാൻ പോകും. അങ്ങനെ ഗുരു എൻ്റെ കൈ പിടിച്ച്, കൂടെ സന്ദർശകരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഗുരുകുലത്തിൽ ചെന്ന് താമസം തുടങ്ങി ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഗുരു എൻ്റെ കൈയും പിടിച്ചാണ് നടക്കുന്നത്. നടന്ന് കുറേ ദൂരെ എത്തിയപ്പോൾ ഈ മലഞ്ചെരുവിലൊക്കെ പച്ച പുൽത്തകിടിയാണ്. അപ്പോൾ ഗുരു ആ പുൽത്തകിടിയിലേക്ക് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, എടോ ആ പൂവ് കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ പൂക്കളൊന്നുമില്ല, പച്ച പുല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗുരുവിനോട്, ഗുരു അവിടെ പുല്ല് മാത്രമല്ലേ ഉള്ളൂ, പൂക്കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഗുരു താൻ അവിടെ അടുത്ത് പോയിട്ടൊന്ന് നോക്കാൻ പറഞ്ഞു.
അപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് ഇരുന്ന് നോക്കുമ്പോൾ ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ വയലറ്റ് നിറത്തിലുള്ള കുഞ്ഞു പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റ് വന്ന് ഗുരുവിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഗുരു ചോദിച്ചു, പൂവിനെ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടു ഗുരു. ഇനി താനിവിടെ നിന്നിട്ടൊന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ പച്ച പുല്ലും കാണുന്നുണ്ട്, വയലറ്റ് പൂക്കളും കാണുന്നുണ്ട്. അപ്പോൾ ഗുരു എന്നോട് ചോദിച്ചു, കണ്ണു തുറന്നിരുന്നിട്ടും കൺമുമ്പിലുള്ളത് കാണാത്ത നീയാണോ കണ്ണടച്ചിരുന്ന് കാണാനാവാത്തതിനെ തേടുന്നത്? കണ്ണു തുറന്നിരുന്നിട്ടും കൺമുമ്പിലുള്ളത് കാണാത്ത നീയാണോ കണ്ണടച്ചിരുന്ന് കാണാനാവാത്തതിനെ തേടുന്നത്? അന്ന് തിരിച്ചു വന്നിട്ട് ഗുരുവിൻ്റെ ക്ലാസ് മുഴുവൻ അതായിരുന്നു. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ബഹിർമുഖമായി സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തത് ഒരു മഹാ അപരാധമായി കാണേണ്ടതില്ല. അത് നമ്മൾക്ക് ഇത്രമാത്രം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന വിഷയലോകങ്ങൾ ഇത്രമാത്രം പ്രശ്നമായി തോന്നുന്നത് അത് വൃത്തിയായി നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സർവവും ഉണ്ടായി വന്നത് ഏതൊരു പൊരുളിൽ നിന്നാണോ ആ പൊരുളിനെ സ്പർശിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ സഞ്ചരിക്കലാണ്. നമ്മളുടെ ബോധത്തിന് ഏറ്റവും പ്രസന്നത തരുന്ന, ഏറ്റവും വെളിച്ചം തരുന്ന, ഏറ്റവും നന്മ തരുന്ന, സമാധാനം തരുന്ന ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് വേണം ഇന്ദ്രിയങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന പൊരുളിനോട് ചേർന്നിരിക്കാൻ. ഇത് പണ്ട് നമ്മുടെ ഋഷിമാർ പാടി തന്നിട്ടുണ്ട്. ഓം ഭദ്രം കർണേവി ശൃണുയാമ ദേവാഹ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഭദ്രമായത് കേൾക്കുമാറാവട്ടെ, ഭദ്രമായത് കാണുമാറാവട്ടെ. ഇന്ദ്രിയങ്ങളെ മുഴുവൻ പിൻവലിക്കണം എന്നല്ല ആദ്യം പറഞ്ഞത്, നമ്മളുടെ ബോധത്തിന് വെളിച്ചം തരുന്ന ഇന്ദ്രിയാനുഭവങ്ങളെ തിരഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ളിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ട്രാൻസ്ലേഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, കണ്ണടച്ചിരുന്ന് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിലേക്ക് നോക്കി ധ്യാനിക്കാൻ ഒരു ഉപനിഷത്ത് ഋഷിയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു ദശോപനിഷത്തുകൾ എടുത്താൽ അതിലെവിടെ നിങ്ങൾക്കത് വായിക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ളിലേക്ക് തിരിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലേക്ക് തിരിയുക എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കും. ഉള്ളിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം സൂക്ഷ്മതയുള്ളവരാകുക എന്നാണ് അർത്ഥം. നമ്മൾ കാര്യങ്ങളെ വളരെ ബാഹ്യമായി കാണുന്നവരാണ്. പക്ഷേ കാര്യങ്ങളെ ഏറ്റവും സൂക്ഷ്മമായിട്ട് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനെയാണ് ഉള്ളിലേക്ക് തിരിയുക എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന വാക്ക്, ഇത് ഞാനും കേൾക്കുന്നുണ്ട്, നിങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന വാക്ക് അതിൻ്റെ ബാഹ്യപ്രതലം മാത്രമാണ്. ഈ വാക്കിൻ്റെ ഉള്ളിലേക്ക് തിരിയൂ എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുക എന്നല്ല അർത്ഥം. ഈ വാക്കിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കലാണ് ഉള്ളിലേക്ക് തിരിയാൻ. അപ്പം അന്നത് ഗുരു പറഞ്ഞതിന് ശേഷം ഞാൻ കണ്ണടച്ചിരിക്കൽ കുറഞ്ഞു. അപ്പം അന്ന് ഗുരു പറഞ്ഞതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ട് ഞാൻ മൊഴിയാഴെന്ന് പറഞ്ഞിട്ട് ഈ 2 വരികളുടെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതിയിരുന്നു, കണ്ണടച്ചിരുന്നാൽ രോഗി, കണ്ണടഞ്ഞിരുന്നാൽ യോഗി. നമ്മളുടെ കണ്ണ് തനിയെ അടഞ്ഞു പോകുന്ന സമയങ്ങളുണ്ട്, അത് യോഗാവസ്ഥയാണ്. പക്ഷെ കണ്ണടച്ചിരുന്നെത്തുന്നത് യോഗാവസ്ഥയല്ല, അത് രോഗാവസ്ഥയാണ്. നമ്മളുടെ കണ്ണടഞ്ഞു പോകുക എപ്പോഴാണ്? നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ, നല്ലൊരു സംഗീതം, ഒരു കീർത്തനം നമ്മൾ കേൾക്കണമെന്ന് കരുതുക. ആദ്യം നമ്മൾ കണ്ണും കാതും തുറന്നു വെച്ചിട്ടാണ് കേൾക്കുക. പക്ഷെ അത് കേട്ട് കേട്ട് അത് നമ്മളെ ഒരു ആഴത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ കണ്ണ് തനിയെ അടഞ്ഞു പോകാറുണ്ട്. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ, സംഗീതം കേൾക്കുമ്പോൾ, നല്ല കാഴ്ച കാണുമ്പോൾ പോലും. ഇപ്പം നമ്മളുടെ ഒരു ഇന്ദ്രിയം, ഒരു ചെവിയിലൂടെ ഏറ്റവും നാദാത്മകമായ ശ്രുതിമധുരമായ നമ്മളുടെ ബോധത്തിന് വെളിച്ചം തരുന്ന ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ, ആ വാക്ക്, ആ കേൾവി ആ വാക്കിൻ്റെ മൗനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അറിയാതെ കണ്ണടഞ്ഞു പോകും.
അറിയാതെ കണ്ണടഞ്ഞു പോയാൽ ആ അടഞ്ഞുപോയ കണ്ണിൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കൽ എന്ന് പറയുന്ന പേരാണ് ധ്യാനം. ധ്യാനിക്കൽ അല്ല. ധ്യാനം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ധ്യാനാവസ്ഥ എന്നാ പറയുക. ധ്യാനിക്കൽ എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മളൊരു സമാധാനം അനുഭവിച്ച് കഴിഞ്ഞാൽ ആ സമാധാനത്തിൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കുന്നതിനാണ് ധ്യാനം എന്ന് പറയുക. സമാധാനത്തിന് വേണ്ടിയുള്ള ഇരുന്ന് കൊടുക്കലല്ല ധ്യാനം. സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വേറെ കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ഇത്രയും സമയം പറയാൻ ശ്രമിച്ചത്. നമുക്കിതൊന്ന് ഗുരുവിൻ്റെ കൃതി ഒന്ന് കേൾക്കാം. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. ഗതിപെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടിയെന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനീ. ഗതിപെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടിയെന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനീ. ഇല്ലാതമായയിടും ഉല്ലാസം ഒന്നും അറിവല്ലാതെയില്ല. അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമിത് എല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിൽ ഇല്ല ആരണം ക്രിയകൾ മല്ലാടുകില്ല മതി ഈ സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധജനനീ. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം ഇതു കണ്ടാടുമംഗമകവും കൊണ്ട് 1000 തരമിരുണ്ട് ആശയം പ്രതി ചുരുണ്ട് ആമഹസ്സിൽ മറയും. കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ്, കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ്. അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണ് മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂരി സുകൃതി. ആരായുകയില്ല
ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണിനാരായിടുന്നു, കുടവും പാരായിടുന്നു, അതിനു നേരായിടുന്നുലകം. ഓരായികിലുണ്ട് അഖിലവും. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണിനാരായിടുന്നു, കുടവും പാരായിടുന്നു, അതിനു നേരായിടുന്നുലകം. ഓരായികിലുണ്ട് അഖിലവും. വേരായ നിൻ കഴലിൽ ആരാധനം തരണം, വേരായ നിൻ കഴലിൽ ആരാധനം തരണം. ആരാൽ ഇതിനൊരു വരം? നേരായി വന്നിടുക, വേറാരുമില്ല ഗതി. നേരായി വന്നിടുക, വേറാരുമില്ല ഗതി. ഹേ രാജയോഗജനനീ, മേലായ മൂലമതിയാലാവൃതം ജനനി. നീലാസ്യമാടിവിടും ഈ കീലാലവായ് വനല കോലാഹലം ഭുവനം. ആലാപമാത്രമഖിലം. കാലാദിയായ മൃദുനൂലാലെ നീയും ഒരു ലീലാപടം. ഭവതി മെയ് മേലാകെ മൂടും. അതിനാൽ ആരും ഉള്ളത് അറിവീല ആഗമാന്ത നിലയേ. കാലാദിയായ മൃദുനൂലാലെ നീയും ഒരു ലീലാപടം. ഭവതി മെയ് മേലാകെ മൂടും. അതിനാൽ ആരും ഉള്ളത് അറിവീല ആഗമാന്ത നിലയേ. മീനായതും ഭവതി മാനായതും ജനനി. നീ നാഗവും നഖഗം താനായതും. ധരനദീനാരിയും നരനും ആ നാഗവും നരകവും. നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ജ്ഞാനായതും ഭവതി. ഹേ നാദരൂപിണി, അഹോ നാടകം നിഖിലവും. എൻ പാപമെയ്വതിനൊരമ്പായിടുന്നറിവ്. നിൻ പാദതാരിലെഴും എൻ അൻപാണ് മൗർവി. ഒരിരുമ്പാം മനം ധനു അഹംഭാവിയാണു വിജയീ. എൻ പാപമെയ്വതിന് ഒരമ്പായിടുന്നറിവ്. നിൻ പാദതാരിലെഴും എൻ അൻപാണ് മൗർവി. ഒരിരുമ്പാം മനം ധനു അഹംഭാവിയാണ് വിജയീ. അമ്പാത്തരുന്നു വിജയം. പാപപങ്കിലം അഹം ഭാനമാകും. അതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാം. ഉലകവും ഭാനമാകും.
അഖിലം. സത്തായി നിന്നുപരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും കൃത്തായി നിന്ന് അതിനു വിത്തായി വിണ്ണൊടുമരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയവിസ്താരമന്നം അതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി നീ. ഭൂവാദിഭൂതമതിനാവാസമില്ല വെറുമാഭാസമാം ഇതറിവിന്നാഭാവിശേഷം അതിനാവാസമിങ്ങുലകിൽ ആവാദിതം ഭവതിയാൽ നാവാദിതൻ വിഷയിദാവാസമറ്റ ഭവദാവാസമാകവിലസും ദ്യോവാണ് ഇതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനീ വാഴ്ത്തുവാനും അരുതേ. ജനനീ വാഴ്ത്തുവാനും അരുതേ. ഒരുപക്ഷെ മലയാള ഭാഷയിലുണ്ടായിട്ടുള്ള ഭക്തിപ്രധാനമായ ഉപനിഷത് സാര സംഗ്രഹം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കൃതിയെ, ഈ ജനനീ നവരത്നമഞ്ജരിയെ പറയാം. ഇതിൽ ഭക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, അനുഭൂതിയുണ്ട്. എല്ലാം ഈ ഒരു കൃതിയുടെ രചനയിൽ തന്നെ ഒരു നാദമുണ്ട്. വെറുതെ കേട്ടാൽ തന്നെ നമ്മുടെ ഉള്ളിലൊരു വെളിച്ചം നിറയ്ക്കുന്ന ഒരു മഹിമ ഈ ഒരു കൃതിയിലുണ്ട്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. നമ്മൾ എന്തുകൊണ്ടാണ് ദുഃഖം അനുഭവിക്കുന്നത്? നമ്മൾ ദുഃഖം അനുഭവിക്കുന്നതിൻ്റെ കാരണം ഗുരു പറയുകയാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത് എന്നാണ്. പൊതുവെ എല്ലാ മനുഷ്യരുടെ, അത് ഭൗതികനായാലും ആത്മീയനായാലും, നമ്മൾ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കരിക്കാതിരിക്കുന്നു എന്നതിനാൽ നമ്മൾ ദുഃഖം അനുഭവിക്കുന്നു എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ദുഃഖമില്ലാതെയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് വില കൊടുത്തും നമ്മുടെ ആഗ്രഹങ്ങളെ മുഴുവൻ നമ്മൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇവിടെ നമ്മുടെ ഋഷിമാരുടെ ഒരു പ്രത്യേകത, നിങ്ങളോട് അല്ലെങ്കിൽ നമ്മളോട് ദൈവത്തിൽ വിശ്വസിക്കണമെന്നോ വിശ്വസിക്കണ്ട എന്നോ, അദ്വൈതത്തിൽ വിശ്വസിക്കണമെന്നോ വിശ്വസിക്കണ്ട എന്നോ, അമ്പലത്തിൽ പോകണമെന്നോ പോകണ്ട എന്നോ ഒന്നും അവർ പറയാൻ ശ്രമിച്ചിട്ടില്ല. ഋഷിമാർ പറയാൻ ശ്രമിച്ചത് അറിവാണ്, ബോധശാസ്ത്രമാണ്. നമ്മളുടെ ബോധം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ് അവർ പറഞ്ഞത്. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി അറിഞ്ഞ് കൃത്യമായി നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും വിഷയലോകങ്ങളിൽ വിവേകപൂർവം വ്യാപരിപ്പിച്ചാൽ മാത്രമേ ആത്മനിഷ്ഠമായ ഉണർവുണ്ടാകൂ എന്നാണ് ഉപനിഷത്ത് ദർശന സാരം. ആത്മനിഷ്ഠമായ അറിവുണ്ടായിട്ട് കാര്യമില്ല. ആത്മനിഷ്ഠമായ അറിവുണ്ടാവണമെങ്കിൽ ആത്മനിഷ്ഠമായ അറിവ് എന്ന് പറയുന്നത് അനുഭവമാണ്, അനുഭൂതിയാണ്. അതിന് വസ്തുനിഷ്ഠമായ നമ്മളുടെ ലോകത്തെ വിവേകപൂർവം ജീവിക്കുന്ന ഒരാളിൽ മാത്രമേ
ആത്മനിഷ്ഠമായ ഉണർവുണ്ടാവും. വസ്തുനിഷ്ഠമായി നമ്മൾ കാര്യങ്ങളെ സമീപിക്കണമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ദുഃഖമുണ്ടായി എന്ന് ചോദിച്ചാൽ ഉടനെ ആളുകൾ പറയും, നിനക്ക് ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഉടനടി ഉത്തരമുണ്ട്, വേണ്ടത്ര ഉപാസന ഇല്ലാത്തതുകൊണ്ടാണ്, നാമം ചൊല്ലാത്തത് കൊണ്ടാണ്, പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, ധ്യാനിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ ഗുരു പറയുന്നത് അതുകൊണ്ടൊന്നുമല്ല. നമ്മളുടെ ബോധം ദുഃഖം അനുഭവിക്കുന്നതിൻ്റെ കാരണമാണ് ഈ ആദ്യ മന്ത്രത്തിലെ പകുതി വരികളിൽ ഗുരു വളരെ ഇങ്ങനെ അടുക്കി വച്ചിട്ടുള്ളത്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശു തൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. എൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ്. ഒന്നായ മാമതിയിൽ നിന്ന്, ഏകമായിരുന്ന ഒന്നായിരുന്ന പരമ്പൊരുളിൽ നിന്നാണ് ഈ കാണായ നാമരൂപാത്മകമായിട്ടുള്ള ഈ ത്രിപുടികളെല്ലാം ഉണ്ടായി വന്നത്. ഞാനിപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാനിതിനെ മൈക്ക് എന്ന് പറയും, ഇതിനെ പുസ്തകം എന്ന് പറയും, ഇത് മൊബൈൽ എന്ന് പറയും, ഇത് വാച്ചാണെന്ന് പറയും, ഇത് എൻ്റെ ശരീരമാണെന്ന് പറയും, ഇവിടെ ആണുങ്ങളുണ്ടെന്ന് പറയും, പെണ്ണുങ്ങളുണ്ടെന്ന് പറയും, പ്രായമായവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, ബെഞ്ചുണ്ട്, തുണിയുണ്ട്, മൈക്കുണ്ട്, സ്പീക്കറുണ്ട്, ഫോട്ടോ ഉണ്ട്. ഇങ്ങനെ പലതായിട്ടാണ് നമ്മളിതിനെ വ്യാപരിക്കുന്നത്. നമ്മുടെ അനുഭവം ഇതൊക്കെ പലതായിട്ട് തന്നെയാണ്. പക്ഷെ ഇതെല്ലാം സൂക്ഷ്മമായ അറിവുണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ എന്താണ് മൈക്കായിരിക്കുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് ഈ മൊബൈലായിട്ടിരിക്കുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് പുസ്തകമായിരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്ന ഒരു ബുദ്ധി, അതിന് അന്വേഷകൻ എന്ന് പറയുന്നത്. അന്വേഷകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ആളല്ല ആത്മാന്വേഷകൻ. ആത്മാവിനെ അന്വേഷിക്കുന്ന ആളല്ല ആത്മാന്വേഷകൻ. കൺമുമ്പിലുള്ളതിനെ അന്വേഷിക്കുന്ന ആളാണ് ആത്മാന്വേഷകൻ. അല്ലാതെ ഇതിനെ വിട്ടിട്ട് ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഏതോ ഒന്ന് തേടിപ്പോകുന്ന ആളല്ല സ്പിരിച്വൽ ആൾ. എൻ്റെ മുൻപിലുള്ളത് എന്താണ്, ഇതെന്താണ് എന്ന് എന്നോടൊരാൾ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം ഉത്തരം പറയും, ഇതൊരു പുസ്തകമാണ് എന്ന് ഉത്തരം പറയും. അത് എൻ്റെ ഏറ്റവും ബാഹ്യമായ ഒരു അറിവ് മാത്രമാണ്. ഇത് പുസ്തകമാണ് എന്നത് തെറ്റല്ല, സത്യമാണ്. പക്ഷെ അത് സത്യത്തിൻ്റെ ഏറ്റവും ബാഹ്യമായ ഒരു രൂപം മാത്രമാണ്. കുറച്ചും കൂടി ഒരു യഥാർത്ഥ ഗുരു നമ്മളോട് ചോദിക്കും, ഓക്കെ സമ്മതിച്ചു, ഇത് പുസ്തകമാണെന്ന് സമ്മതിച്ചു, പിന്നെ എന്താണ്, ശരിക്കും എന്താണ്, ഒന്നുകൂടി പറയും. പിന്നെ ഒന്നുകൂടി നോക്കിയിട്ട് പറയും, കുറേ കടലാസുകളാണെന്ന് പറയും. ഒരു കടലാസ് ഒരു പ്രത്യേക രീതിയിൽ തുന്നിച്ചേർത്തതിനെ ഞാൻ പുസ്തകം എന്ന് പറയുന്നു എന്ന് പറയും. അവസാനം ഗുരു ഈ പുസ്തകം എടുത്തിട്ട് ഇതിനെ അങ്ങ് കീറിയിട്ട് ഒന്നും ഇതിൽ നിന്ന് എടുത്തു കളയുകയോ ഒന്നും ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയോ ചെയ്യാതെ, ഒന്നും എടുത്തു കളയുന്നില്ല, ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല, ഇതിനങ്ങ് കീറിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്നോട് ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കടലാസ് കഷ്ണങ്ങൾ എന്ന് പറയും, കുറേ പേപ്പറുകളാണെന്ന് പറയും. പിന്നെ അദ്ദേഹം ഇത് മുഴുവൻ കീറി 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 കുറേ കടലാസ് ഇങ്ങനെ ഞാൻ പറയാം കീറിയ കടലാസുകളാണെന്ന് പറയും, ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. പിന്നെ അദ്ദേഹം ഇതിനങ്ങ് കത്തിച്ച് കളഞ്ഞു എന്ന് കരുതുക. ഇതിനെ കത്തിച്ച് കളയുമ്പോൾ എന്നിട്ട് എന്നോട് ചോദിക്കും, കുറേ ചാരം കത്തിക്കഴിയുമ്പോൾ കുറേ ചാരമാകും അവിടെ. അപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ആ കടലാസിലുണ്ടായിരുന്ന കുറേ കണ്ടന്റുകൾ പുകയായും അഗ്നിയായും വായുവായും ഇവിടെ പോയി, ബാക്കി ചാരം മാത്രമാണ് ഇവിടെ. പിന്നെ അത് ഗുരു ഇങ്ങനെ ഞൊരടി 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 കുറേ സമയം കഴിയുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഞാൻ ഇതിൽ ഉണ്ടായിരുന്ന എന്തിനെങ്കിലും ഞാൻ ഇല്ലാതെയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രൂപത്തെ മാത്രമാണെന്ന് നമ്മളോട് പറയും. ഇതിൽ എന്തൊക്കെ ആറ്റംസ് ഉണ്ടായിരുന്നു, ആ ആറ്റംസ് ഒക്കെ വിഘടിച്ച് യാതൊന്നുകൊണ്ടാണോ ഇത് ഉണ്ടാക്കിയത് അതെല്ലാം വിഘടിച്ച് ഈ അന്തരീക്ഷത്തിലേക്ക് വിലയിച്ചു എന്നല്ലാതെ ഒന്നും ഇവിടെ ഇല്ലാതായി.